നമസ്തേ. ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 അങ്ങനെ സന്തോഷകരമായി യാത്ര പോവുകയാണ്. നഷ്ടങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നഷ്ടങ്ങൾ ഓർത്ത് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കാറില്ല. നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുണ്ടായ നന്മകളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, ഇനിയും നന്മകൾ മാത്രം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ നന്മകളുടെ തുടക്കത്തിന് സാധാരണ പല മുഹൂർത്തങ്ങളുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം. എല്ലാ ഇംഗ്ലീഷ് മാസപ്രകാരം മിക്കവാറും 2 3 2 നിർബന്ധമായിട്ടുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ 3 മൈത്രേയ മുഹൂർത്തങ്ങളാണ് ഉണ്ടാകാറ്. ഈ 2024 ഡിസംബർ മാസം 3 മൈത്രേയ മുഹൂർത്തങ്ങളാണുള്ളത്. മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മിത്രത, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കാവുന്ന എല്ലാ നന്മകളും വരുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ആ മുഹൂർത്തം, അതിനൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വളരെ ഭക്തിയോടുകൂടി, വളരെ വിശ്വാസത്തോടുകൂടി, ഭക്തി എന്നതിനേക്കാളേറെ വിശ്വാസത്തോടുകൂടി ചെയ്താൽ തീർച്ചയായും ആ കാര്യം അടുത്ത മൈത്രേയ മുഹൂർത്തത്തിനുള്ളിൽ നടക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ഡിസംബർ 1-ാം തീയതി ഒരു മൈത്രേയ മുഹൂർത്തം ഉണ്ടായിരുന്നു. ഡിസംബർ 12-ാം തീയതി 12/12/2024 എല്ലാവരും 11 രൂപയും ഒരു ഏലക്കയും ഒരു പച്ചക്കർപ്പൂരവും ഒക്കെ എടുത്ത് ഒരു പേപ്പറിൽ നമ്മുടെ ആവശ്യം എഴുതിയിട്ട് ആ പൈസയൊക്കെ എടുത്തു വച്ച് നമ്മൾ ഒരു കവറിലിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. ആവശ്യം നടന്നു കഴിഞ്ഞാൽ ആ പൈസ ഒന്നുകിൽ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ നടന്നു കഴിഞ്ഞാൽ ആ പൈസ എടുത്തിട്ട് നമ്മൾ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. പലരുടെയും ആവശ്യങ്ങൾ എത്ര എഴുതിയിട്ടുണ്ടോ ആ ആവശ്യം പൂർണ്ണമായി നടന്നു കഴിഞ്ഞെങ്കിൽ ഈ അടുത്ത മൈത്രേയ മുഹൂർത്തത്തിൽ അത് നമുക്ക് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ. ഒരു കവറിൽ ഒരു 11 രൂപയും ഒരു ഏലക്കയും ഒരു പച്ചക്കർപ്പൂരവും അല്ലേ, അതവിടെ ഇരിക്കട്ടെ. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇനി ഒരാവശ്യം സാധിച്ചവർക്ക് അടുത്ത ആവശ്യം എഴുതാം. കാരണം ആവശ്യങ്ങൾക്ക് ഒരു അവസാനമില്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അവസാനമില്ല. അതുപോലെ നമ്മുടെ ശ്രമങ്ങൾക്കും അവസാനമില്ലാത്തത് കൊണ്ട് ഈ 2024 അവസാനത്തെ മൈത്രേയ മുഹൂർത്തമാണ്. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ചൊവ്വയുടെ രാശിയായ മേടൻ രാശിയിലെ 1-ാമത്തെ നക്ഷത്രം, അതായത് നമ്മുടെ 27 നക്ഷത്രങ്ങളിൽ 1-ാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രവും മേടൻ രാശിയും വരുന്ന ദിവസം. അതായത് അപ്പോൾ ഉദയം മേടൻ രാശിയിലായിരിക്കണം. അപ്പൊ ലഗ്നവും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്ന സമയമാണ് നമ്മൾ സാധാരണ മൈത്രേയ മുഹൂർത്തമായിട്ട് കൂട്ടാറുള്ളത്. 2.5 മണിക്കൂറോളമുണ്ട്. ചിലപ്പോൾ സമയ വ്യത്യാസം അനുസരിച്ചിട്ട് കൃത്യസമയം നമുക്ക് ഓരോ സ്ഥലത്തെയും വേരിയേഷൻ അനുസരിച്ചിട്ട് മാറും. അപ്പോൾ 1 മണിക്കൂർ സമയം അതിൽ കൃത്യമായി നമുക്ക് എടുക്കാം. 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചാംഗത്തിലെയും ഗണിക്കുന്നതിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസം വെച്ചുകൊണ്ട് നമ്മൾ ആ അശ്വതി നക്ഷത്രത്തിലെ, അതായത് ഉദയം വരുന്നത് മേട ഉദയമായിട്ട് വരുന്നത്, അതായത് ലഗ്നവും ചന്ദ്രനും ഒന്നേറ്റ് വരുന്ന ദിവസമാണ്. ആ ദിവസത്തിലെ ആ മുഹൂർത്തമാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തമായിട്ട് എടുക്കുന്നത്. അതുപോലെ പിന്നെയുള്ള വൃശ്ചിക രാശിയാണ് ചൊവ്വയുടെ ക്ഷേത്രം. ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന, എല്ലാവർക്കും എല്ലാം ഇങ്ങനെ മിത്രത നൽകുന്ന രാശി. സേവാമൂർത്തികളാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയമ്മയും. അമ്മയുടെ രാശിയാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയിൽ അനിഴം നക്ഷത്രമാണ്. അപ്പൊ അനിഴം നക്ഷത്രവും അനിഴം നക്ഷത്രത്തിന്റെ ആ വൃശ്ചിക ലഗ്നവും വരുന്ന സമയം അങ്ങനെയാണ്. അപ്പൊ അത് 28 ദിവസം കഴിയുമ്പോൾ അതേ നക്ഷത്രം വരുമല്ലോ. അപ്പൊ ആദ്യം 1-ാം തീയതി വൃശ്ചിക രാശിയായിരുന്നു വന്നിരുന്ന, അനിഴമായിരുന്നു. വീണ്ടും അനിഴം വരികയാണ്. അപ്പൊ നമ്മളിപ്പോൾ 28-ാം തീയതി ശനിയാഴ്ച പുലർച്ചെയാണ് വൃശ്ചിക രാശി വരുന്നത്.
വൃശ്ചിക രാശി വൃശ്ചിക ലഗ്നവും വരുന്നത്. അനിഴമെന്ന് മുഴുവനോളൊക്കെ ഏകദേശമുണ്ട്, പക്ഷെ നമുക്ക് ലഗ്നവും ഉദയം വരണം അവിടെ. അപ്പൊ ആ സമയത്ത് പുലർച്ചെ 3:40 മുതലാണ് തുടങ്ങുന്നത്, 5:30 ആകുമ്പോഴേക്കും അത് തീരും. പക്ഷെ ആ സമയം നമ്മൾ അതിലൊരു കൃത്യസമയം എടുക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടി എടുക്കണം. കാരണം എന്താ വെച്ചാൽ പകലല്ല, പക്ഷെ ഇവിടെ പകലാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് രാത്രിയാവും. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ആ സമയം കണക്കിലെടുത്തുകൊണ്ട്, ഇന്ത്യൻ സമയം കണക്കിലെടുത്തുകൊണ്ട് 3:40-നും 5:40-നും ഇടയിൽ, പ്രത്യേകിച്ച് 4 മുതൽ 5 വരെയുള്ള സമയം, 4 AM മുതൽ 5 AM വരെയുള്ള സമയം കൃത്യമാണ്. ആ സമയം എടുത്തിട്ട് ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധി മാറ്റണം, കടം മാറ്റണം എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാവണം, ആരോഗ്യം, എനിക്ക് രോഗമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടി ഞാൻ പരിപൂർണ ആരോഗ്യവതിയാവണം, അല്ലെങ്കിൽ പരിപൂർണ ആരോഗ്യം എനിക്കുണ്ടാകണം, അങ്ങനെ എന്താവശ്യമാണോ എഴുതുക ആ ആവശ്യം എഴുതിയിട്ട് ഇതുപോലെ തന്നെ ഒരു 11 രൂപയും, ഏറ്റവും ചെറിയ നോട്ട് 5 രൂപ നോട്ടും 2 രൂപ നോട്ടും 1 രൂപ നോട്ടും ഒക്കെ ആണെങ്കിൽ ഒരു നോട്ടും ഒരു തുട്ടും എന്നാണ് അതിനർത്ഥം. വലിയ നോട്ട് വയ്ക്കാം, ചെറിയ നോട്ട് വയ്ക്കാം, എന്തായാലും ഒരു നോട്ടും ഒരു തുട്ടും വെച്ചിട്ട് കഴിയുമെങ്കിൽ പച്ചക്കർപ്പൂരവും ഏലക്കയും കൂടി എടുത്തു വെച്ചാൽ, കാരണം സുഗന്ധവുമാണ്. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പച്ചക്കർപ്പൂരം മാറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് തടസ്സം വല്ലതുമുണ്ടെങ്കിൽ പച്ചക്കർപ്പൂര ദോഷം മാറ്റും. ഇനി പച്ചക്കർപ്പൂരമില്ല എങ്കിലും സാധാരണ കർപ്പൂരമാണെങ്കിലും മതി. അപ്പൊ സാധാരണ കർപ്പൂരവും ഒരു ഏലക്കയോ ഒരു ഗ്രാമ്പുവോ ഒരു ജാതിപത്രിയോ ഏതോ ഒന്ന് സുഗന്ധദ്രവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും വെച്ച് നമ്മൾ, വിശ്വാസമാണ് ഇതിനകത്ത് ഏറ്റവും വലുത്. ഇത് എഴുതുമ്പോൾ നമ്മളുടെ ആഗ്രഹം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ സന്തോഷ സൂചകമായിട്ട് നമ്മൾ ഭദ്രകാളിയമ്മയ്ക്ക് ഈ പൈസ അവിടെ ഏതെങ്കിലും ഭദ്രാക്ഷേത്രത്തിൽ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ദാനം കൊടുക്കാം. നമ്മളത് മറ്റാവശ്യത്തിന് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെയുള്ള ഭണ്ഡാരങ്ങളിൽ പുറത്ത് നേർച്ചപ്പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സമർപ്പിച്ചാൽ മതി ആവശ്യം നടന്നു കഴിയുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും 28/12/2024 ശനിയാഴ്ച പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയം ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ ആവശ്യം എഴുതൂ. ആവശ്യം എഴുതിയിട്ട് അതിൻ്റെ മീതെ ഒരു നോട്ടും ഒരു തുട്ടും വയ്ക്കുക. എന്നിട്ട് ഞാൻ കോയിനെ പറഞ്ഞുള്ളൂ, ഒരു കടലാസ്, ഒരു നോട്ടും വയ്ക്കണം, ഒരു തുട്ടും വയ്ക്കണം. അതിന് 10 രൂപയോ 11 രൂപയോ എത്ര ആയിക്കോട്ടെ, ഓരോ രാജ്യക്കാർക്ക് അവരവരുടെ അവിടുത്തെ ഏറ്റവും ചെറിയ നോട്ടും ഏറ്റവും ചെറിയ നാണയവും. ഇനി ഏറ്റവും വലുത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിങ്ങളുടെ വിശ്വാസം. മിനിമം ഏറ്റവും ചെറുതെങ്കിലും വയ്ക്കുക എന്നുള്ളതാണ്. അത് വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിൽ കാണാം. സാമ്പത്തിക ഭദ്രത, നമുക്ക് കിട്ടാനുള്ള കടം കിട്ടണമെന്ന് പറയാം. എൻ്റെ ഈ കടമെന്ന വാക്ക് നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുക. എനിക്ക് വന്നു ചേരാനുള്ള മുഴുവൻ സമ്പത്തും വന്നു ചേരണം, അതെല്ലാം അനുഭവയോഗ്യമാക്കി തരണം എന്ന് വളരെ വിശദമായിട്ട് തന്നെ എഴുതി അതിലിതുകൂടെ വച്ച് പൊതിഞ്ഞ് ഒരു കവറിലാക്കി സൂക്ഷിക്കൂ. ചിലപ്പോൾ 3-4 കവറുകൾ ഉണ്ടാവും. അപ്പം ഡേറ്റ് നമ്മൾ അതിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതി വെക്കുക. കാരണം നമുക്ക് മാറിപ്പോവാതിരിക്കാൻ. 28/12/2024. ഇനി നമുക്ക് പുതുവർഷത്തിലല്ലേ ഉള്ളൂ. അപ്പം 12/12/2024 കവർ ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ഇതും കൂടി വയ്ക്കൂ. തീർച്ചയായും എന്താഗ്രഹമാണോ നമ്മളെ വിശ്വസിച്ച്, നമ്മളൊരു പ്രപഞ്ചശക്തിയെ വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, അത് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി എഴുതി വയ്ക്കുമ്പോൾ തീർച്ചയായും ഇത് നടക്കും. ഇതിന് വലിയ ചിലവുകളില്ല, ആരും പുച്ഛിക്കുകയുമില്ല, പരിഹസിക്കുകയുമില്ല. അത് നടന്നു കഴിയുമ്പോൾ സന്തോഷപൂർവ്വം ആ പൈസ അർഹിക്കുന്ന രീതിയിൽ ദാനം കൊടുക്കുകയോ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ ചെയ്യൂ. വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾക്ക് പണച്ചെലവില്ലാതെ, പൂജയും വഴിപാടുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ സമ്പന്നരാവാൻ. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ കുട്ടികളുടെ നന്മകളാണ്, പഠിത്തമാണ്, വളർച്ചയാണ്, ജോലിയാണ്, എല്ലാമാണ്. അപ്പം ആ എല്ലാ പോസിറ്റീവ് തിങ്കിങ്ങും ഉണ്ടാകുവാൻ
നമുക്ക് 2024 അവസാനത്തെ മൈത്രേയ മുഹൂർത്തം പരിപൂർണമായി വിനിയോഗിക്കൂ. 2024 തീരുമ്പോൾ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. 2025 ഒരു പുതിയ വർഷമായി 27 നക്ഷത്രക്കാർക്കും എല്ലാ ജാതി മതഭേദമെന്ന് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാ മൈത്രേയം എന്ന് പറഞ്ഞാൽ മിത്രതയാണ്, എല്ലാവരുമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങളും സൗഹൃദവും നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.